ഈ അപകടമുണ്ടായ ഇടയായ സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കുന്നതിന് സാങ്കേതികവും നിയമപരവുമായ നടപടികൾ സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഇതിന് തൊട്ടു മുകളിലായി ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പ്രാഥമികമായി വരുന്നുണ്ട്. അതുകൂടി പരിശോധിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. കേന്ദ്ര സർക്കാർ ഈ തുരങ്ക നിർമ്മാണത്തിനായി പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. അപ്പോൾ അപകട സാധ്യതകൾ എന്തെല്ലാം ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് പണി തുടരാൻ പോകുന്നത്. അതുവരെ ആ പണി ഇപ്പം നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ അതിന് ശേഷമായിരിക്കും ആരംഭിക്കുന്നത്. അപ്പം അതിൻ്റെ വിശദമായ പഠനം, രണ്ട് അപകടമുണ്ടായ കാര്യവും അതേ അവസരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തപ്പോൾ കൊടുത്ത കർശനമായ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യവും, ഇത് രണ്ടാണ്, രണ്ട് അന്വേഷണമാണ്. രണ്ട് തരത്തിലുള്ള അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. അതുപോലെ പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണങ്ങളാണ്, ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. പരീക്ഷ സംബന്ധിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അതിൻ്റെ പരാതിയും മറ്റു കാര്യങ്ങളും ലഭ്യമായതനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഈ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം ആ പോർട്ടിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ കമ്പനിയുടെ ഷെയറുകൾ 49% MSC എന്ന് പറയുന്ന കമ്പനിക്ക്, മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള മുൻകൂർ അനുമതി വാങ്ങിക്കണം എന്നുള്ള കത്ത് കിട്ടിയത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുകയും ഇത് പരിശോധിക്കാൻ ഇതിൻ്റെ കൺസെഷൻ എഗ്രിമെൻറ്റും കേരളത്തിൻ്റെ താല്പര്യങ്ങളും പരിശോധിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ ഇപ്പോൾ തന്നെ നേരത്തെ തന്നെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള എംപവേർഡ് കമ്മിറ്റിക്ക് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. ആ എംപവേർഡ് കമ്മിറ്റിയുടെ തീരുമാനം വീണ്ടും മന്ത്രിസഭ അത് പരിശോധിക്കും. കേരളത്തിൻ്റെ ഒരു താല്പര്യവും ബലീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും സംസ്ഥാന സർക്കാർ എടുക്കില്ല എന്ന തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സുപ്രീം കോടതിയിലെ സീനിയർ സ്റ്റാൻഡിംഗ് കൗൺസിലിനെയും സ്റ്റാൻഡിംഗ് കൗൺസിലർമാരെയും ഹൈക്കോടതിയിലേക്കുള്ള കുറച്ചുകൂടി സ്പെഷ്യൽ ഗവൺമെൻറ് പ്ലീഡർമാരെയും സീനിയർ ഗവൺമെൻറ് പ്ലീഡർമാരെയും നിയമിച്ചിട്ടുണ്ട്.